ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിം തന്നെ. ഓക്കെ, ഇപ്പോൾ എന്നും പബ്ജി മൊബൈൽ ഗെയിം തന്നെയാണ്. ഓക്കെ, മലയാളം ടെക്കീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, പേര് കേൾക്കുമ്പോൾ ടെക്കാന്ന് വിചാരിക്കും, പക്ഷേ പബ്ജിയാണ് കൂടുതൽ നമ്മൾ വീഡിയോസിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇന്ന് വീഡിയോയിൽ ചെയ്യണത് നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിമിലെ ഒരു കിടിലൻ ട്രിക്കാണ് ഗൈസ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ അധികം കാണാൻ വഴി ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ ഷുവർ പറയണു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്ക് ആ മണി ചെറുതായിട്ട് ഒന്ന് ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, പിന്നെ ഈ ചാനലിൽ കൂടുതലും ഗെയിമിംഗ് വീഡിയോസാണ് ഇടാറ്. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, ഉപകാരപ്പെടുന്ന തരത്തിലുള്ള എല്ലാ തരം വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ടെക് വീഡിയോസും, അത് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. നമ്മുടെ വീഡിയോ നടക്കണ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എറാങ്കിൾ മാപ്പിലെ യാസ്നയ എന്ന് പറയുന്ന സ്ഥലമല്ലേ, അവിടെയാണ് നമ്മുടെ ഈ ട്രിക്ക് നടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം യാസ്നയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ, നമ്മുടെ ജോർജോ പോൾ പോലെ തന്നെ കണ്ടെയ്നറുകളുടെ സ്ഥലമാണ്. ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂട്ടും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് യാസ്നയ. അപ്പോൾ ഇവിടെ എന്ന് പറയും, ഇവിടെ ഒരു ട്രിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് എനിമീസ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഒരു മിലിറ്ററി ബേസിൻ്റെ സൈഡിലായ കാരണം എന്താ പറയുക, അധികം ആളുകൾ മിലിറ്ററി ബേസിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു വെയർ ഹൗസിൻ്റെ മേളിലേക്ക് നമ്മൾ കയറാൻ പോണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറാനായിട്ട് നമുക്ക് സ്റ്റെപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പിടച്ച് കയറാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ട്രിക്ക് വെച്ചാണ് കയറാൻ പോകണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു ഓടാത്ത ടൈപ്പ് വലിയൊരു വണ്ടി പോലത്തെ, അതായത് ഒരു ഉന്തുവണ്ടി പോലത്തെ വലിയ സംഭവം, ക്രെയിൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പിടച്ചങ്ങോട്ട് കയറുക, ഏറ്റവും മുകളിലേക്ക് കയറുക. ഓക്കെ, ഏറ്റവും മുകളിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് കാണാം. നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ചാടിയിട്ട് എത്തില്ല. ഓക്കെ, കറക്റ്റായിട്ട് ഒന്ന് നീങ്ങുക. ഓക്കെ, ഇപ്പോൾ ഗൈറോസ്കോപ്പ് ഓണാണ് എൻ്റെ, അതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് വരക്കണം. ഓക്കെ, നേരെ നിന്നിട്ട് ഒന്ന് ചാടണം, ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ വീഴാണ്ട് പിടിച്ചുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഓടിയിട്ട് ചാടുക കറക്റ്റായിട്ട്. പണിപാളി. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ബാൻഡേജ് അടിച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാം ലൂട്ടടിച്ച് കഴിഞ്ഞു. ഒന്നുകൂടി തിരിച്ചെത്തിയേക്കാണ് ഈ ഒരു ഇതിലേക്ക് തന്നെ. ഓക്കെ, ഇതിൻ്റെ മേളിലോട്ട് പിടച്ച് കയറുക. ഏറ്റവും മേളിലല്ല, ഏറ്റവും മേളിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പൊക്കത്ത് ഇതാ കണ്ടില്ല, ഇവിടെ നിൽക്കുക. ഇവിടെ നിന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചാടണ സ്വിച്ച് ഞെക്കുക. ഓക്കെ, ആ ഒരു നേരെ തന്നെ വന്നാൽ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ താഴേക്കും. ഓക്കെ, അതെ കയറി. അപ്പോൾ നേരെ കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ബാക്കോട്ട് ഇറക്കട്ടെ. നേരത്തെ എത്താത്തത് ഓടിയിട്ട് യെസ് ചാടുക. ചാടി യെസ്, കണ്ടോ കുറച്ച് ലൈഫ് പോയി. എന്നാലും ഇതാ കണ്ടില്ലേ, ആ ഒരു വെയർ ഹൗസിൻ്റെ മുകളിൽ നമ്മൾ പിടച്ച് കയറിയിരിക്കുകയാണ്. ഈ വെയർ ഹൗസിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് വേറെ വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതൊരു നല്ല ട്രിക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലേ തന്നെ നിങ്ങളൊന്ന് ക്യാമ്പ് അടിക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. കാരണം ഒരു ഈ കണ്ടെയ്നറിൻ്റെ മേളിൽ കൂടെയൊക്കെ ടീംസൊക്കെ ഓടുമ്പോൾ ഒരു 6x അല്ലെങ്കിൽ ഒരു 4x സ്കോപ്പൊക്കെ വെച്ച് സ്നൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അടിച്ചിടാം. കാരണം എനിമിക്ക് പെട്ടെന്ന് എവിടെ നിന്ന് അടി വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിലേക്ക് പടച്ചു കയറാൻ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ആളുകളൊന്നും കയറാത്തൊരു സ്ഥലമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ മേളിലേക്ക് ആരും അങ്ങനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് അടിച്ചിടാൻ പറ്റും. എനിമീസിനെ വട്ടം ചുറ്റിക്കാനൊക്കെ പറ്റും. ഒരു VSS ഉണ്ടെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. കാരണം എവിടെ നിന്നാണ് വെടിവെക്കണം, ആരാ എന്താ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ VSS കണ്ണും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും ഈ ഒരു വെയർ ഹൗസിൻ്റെ മേളിൽ കിടന്ന്. അപ്പോൾ ട്രിക്ക് ഇതാണ്. പിന്നെ ഈ ഒരു ട്രിക്ക് എടുക്കണേക്കും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ, നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിയുമെങ്കിൽ ഒരു 3 എനർജി ഡ്രിങ്ക് ഇല്ലെങ്കിലും ഒരു 3 പെയിൻ കില്ലർ, പിന്നെ അത്യാവശ്യം ഒരു 2 വലിയ ബാൻഡേജ്, പിന്നെ ചെറിയ ബാൻഡേജുകൾ. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒരു 2 or 3 ഒരു 4-5 ബാൻഡേജുകൾ, പിന്നെ നമ്മുടെ പെയിൻ കില്ലറും ഡ്രിങ്ക്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് കയറുകയാണെങ്കിൽ അത്ര നന്നായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഞാൻ ഫസ്റ്റിലേ ചാടിയപ്പോൾ നിങ്ങൾ കണ്ടു താഴേക്ക് ചാടണേ. അപ്പോൾ ആ താഴേക്ക് ചാടിയപ്പോൾ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളിനി യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് മേളിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ എന്തായാലും ലൈഫ് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം പോകും. അപ്പോൾ ആ ലൈഫ് വീണ്ടെടുക്കാനായിട്ടാണ് ഈ സംഭവങ്ങൾ വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പെയിൻ കില്ലറോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചാടി പിന്നെ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. കാരണം നിങ്ങൾക്ക് ലൈഫ് ഇല്ല, പിന്നെ ലൂട്ടടിക്കാൻ നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അത്യാവശ്യം പെയിൻ കില്ലർ കാര്യങ്ങളൊക്കെ, അതായത് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന സംഭവം നിങ്ങൾ
ഉണ്ടെങ്കിൽ മാത്രം കയറാൻ ശ്രമിക്കുക. പിന്നെ എന്താ പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് ശരിയാവാനുള്ളൂ. ഞാനിതൊരു 3 കളി കളിച്ചു ഈ ഒരു ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ലൈഫ് പോവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സംഭവമാണ്. അപ്പോൾ എന്താ വലിയ രീതിയിൽ നൈസായിട്ട് കളിച്ചു വരുമ്പോൾ ഒന്നും നിങ്ങൾ ഈ ട്രിക്ക് എടുക്കണ്ട. നിങ്ങൾ ചുമ്മാ വെറുതെ കളിക്കുമ്പോൾ ഒന്ന് ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വർക്ക് ആവുകയാണെങ്കിൽ സക്സസ് ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സക്സസ് ആയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ട്രിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല സൂപ്പർ ടോപ്പിക്കുമായി കാണാം ഗൈസ്. ഗുഡ് ബൈ.